ഉലകിതിലാരോടും തോൽക്കാവീരൻ, കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, കമ്മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞോ താരാട്ടാതെന്തേ. അവരെനിക്ക് ഞാൻ റാപ്പറാണ്, ഞാൻ ഒരിക്കലും ഒരു റാപ്പറാണെന്ന് അവകാശപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനും ജനിച്ചു വളർന്ന നാട്ടിലുള്ള എലമെന്റ്സും അതിലുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെയാണ് ഒരു ഇന്റേതായ സോണിക്കിലാണ് ഞാൻ ഓരോ ജോണറുകളിൽ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു റാപ്പർ എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല റാപ്പറാണ്. അത് ശരി, അങ്ങനത്തെ ഒരു ബാനർ, അങ്ങനത്തെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുന്ന ഇഷ്ടമല്ല. ഐ ആം ജസ്റ്റ് മേക്കിംഗ്. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഐ എം നോട്ട് എ റീഡർ, അത്ര വായിക്കൊന്നുമില്ല. പണ്ട് പഠന സമയത്തൊക്കെ വായിച്ചിരുന്നതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വായനാശീലം ഇപ്പൊ ഇല്ല. കാര്യം കുറെ ആൾക്കാരോട് സംസാരിക്കുന്നതിലൂടെ കിട്ടുന്ന കുറെ സാധനങ്ങളാണ് ഞാൻ എന്റെ ചേരുവകളായിട്ട് എന്റെ പാട്ടിൽ ചേർക്കുന്നത്. സൂപ്പർ. ഇപ്പൊ ഇങ്ങനെ ഈ മലബാർ ബേസ്ഡ് ആയിട്ട് സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിലും നിങ്ങൾ മയ പോയ കോഴിക്കോട് എന്നുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഒരു ഇവന്റ് ചെയ്യാൻ പോകുമ്പോൾ, ഷോ ചെയ്യാൻ പോകുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റിയാക്ട് ചെയ്യുക, എന്തെന്നാ കാണിക്കണേ എന്നുള്ള രീതിയിൽ ചോദിക്കുക? ഞാൻ ഭയങ്കരമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയെടുത്തതാണ്. എനിക്ക് എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് 3 വർഷം വരെയുള്ള ട്രാക്കുകൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ എൻ്റെ സൗണ്ടിൽ ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഡെപ്ഷ. ഞാൻ എത്ര എന്തായാലും എന്ത് ഇതായാലും എൻ്റെ പരിപാടികളും ഇവിടെ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഐ ഓൾവേസ് വാണ്ട് ടു റെപ്പ് മൈ കൾച്ചർ. അതിനൊരു ബൗണ്ടറി ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെ വല്യാപ്പാടെ ഒരു ചുറ്റിട്ടാണ് ഞാൻ സ്റ്റേജിൽ, അതിനത്രയും ആൾക്കാർ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ്. കൈൻഡ് ഓഫ് ഒരു കൾട്ടാണത്. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതില്ലെങ്കിൽ ഇനി എൻ്റെ പല ജോയിനും ഞാൻ അങ്ങനെ റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ അതിലിപ്പോ കളറുണ്ട്, അതിൽ പലതും ഉണ്ട്. ഇതൊക്കെ നമ്മളെ മണ്ണിന്റെ ആർട്ടാണ്. അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് തീരുമാനിച്ചിട്ട് തന്നെയാണ് എന്റെ സൗണ്ടിൽ എന്നും എന്റെ സാധനം ഉണ്ടാവും. എനിക്ക് എന്ത് തോന്നുന്നത് ഞാൻ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഞാൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയത്. ഞാൻ ഒരിക്കലും വേറൊരു പേര് തേടി പോയിട്ടില്ല. ടു ബി ഹോണസ്റ്റ് വിത്ത് യു. ഞാൻ അങ്ങനെ, പക്ഷെ അവരെ നിഷേധിച്ചുകൊണ്ട് പറയല്ല കേട്ടോ. അത് എന്നുവെച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ ഞാൻ ചെയ്യാന്നുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 വർഷത്തിൽ മോർ ദാൻ 32+ ട്രാക്ക് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോബഡി നോസ് ദാറ്റ് മണവാളൻ തഗിന്റെ ബാക്കിൽ എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ സ്റ്റെംസ് ആയിരുന്നു ആഷിഖ് ഔട്ടൻ, അല്ലെങ്കിൽ ശേഖർ ഭായ്, ശ്രീനാഥ് ബാസി, അതുപോലെ KMF, മരിദീപ്, മറ്റേ കുറെ ആൾക്കാർ പേര് എനിക്ക് എടുത്തു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കുറെ ആൾക്കാർ എൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുണ്ട്. ബിജി പാൽ, ഷബാസ് ഖാൻ, അവരൊക്കെയാണ് ഈ പോപ്പിനെ ആ സമയത്ത് കൊച്ചിൻ മ്യൂസിക് ഫെഡറേഷൻ ഞാൻ എൻ്റെ ഗൾഫ് ജീവിതമൊക്കെ ഒരുവിധം ഒതുക്കിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എല്ലാരും മലബാറികളെ പോലെ ഞാനും പ്രവാസമൊക്കെ വിട്ടെറിഞ്ഞ് കലക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ ഇറങ്ങി തിരിച്ചിട്ട് കൊലച്ചതി, മനുഷ്യൻ, മാരിജൻ, ഊര, പുള്ളെ, കരയാനും പറയാനും, അങ്ങനെ ചതിയൻ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഏകദേശം അറൗണ്ട് ഒരു 10-11 ട്രാക്കിൽ 3ാമത്തെ ട്രാക്ക് എത്തുമ്പോൾ ബാസി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഖർ ഭായ് ഇവരൊക്കെ കൂടെ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഹിപ്പ് ഹോപ്പ് ഷോ ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു.